ടോം, ഈ വിഷയത്തിൽ ഈ ഒരു കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ഈ ഒരു പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അതീവ സുരക്ഷാ മേഖലയാണ്. പുറമെ നിന്നുള്ള ആൾക്കാർക്ക് അത്ര എളുപ്പത്തിൽ, അതായത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ മറ്റുള്ള ഉദ്യോഗസ്ഥരായിക്കോട്ടെ അത്ര എളുപ്പത്തിൽ അകത്തേക്ക് കയറി പറ്റാൻ സാധിക്കില്ല. ഇങ്ങനൊരു മോഷണം നടത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവിടെ നിന്നും കൃത്യമായ ഒരു സഹായം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആ സഹായത്തിന്റെ പിൻബലത്തിലാണ് ഈ ഒരു മോഷണം നടന്നിട്ടുള്ളത് എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥരടക്കം നിൽക്കുന്നത്. കാരണം ഇത്തരത്തിൽ, അതായത് അകത്തേക്ക് മോഷ്ടാക്കൾ കയറിയാൽ പോലും ഈ ഒരു ആനക്കൊമ്പുമായി പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് അത് ഇത്തരത്തിലുള്ള ഒരു മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ സാധിക്കില്ല. കാരണം അത്രയധികം സുരക്ഷാ മേഖലയായിട്ട് പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ അത്രയധികം മിലിറ്ററിയുടെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും നിരീക്ഷണമുള്ള ഒരു മേഖലയാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള അതായത് CCTV ദൃശ്യങ്ങൾ, അതിനൊപ്പം തന്നെ ഈ വിരലടയാളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 20 പേരുടെ വിരലടയാളങ്ങൾ ശേഖരിച്ചതിൽ നിന്നും ഈ ഒരു ചില്ലിൽ പതിഞ്ഞിട്ടുള്ള വിരലടയാളവുമായി ബന്ധപ്പെടുത്തി നോക്കുകയും ആ ഭാഗത്ത് ഇവർ എത്തിയിട്ടുണ്ടോ, ഈ ഒരു മോഷണത്തിൽ അവർ പങ്കാളികളായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഈ ഒരു പോലീസിന് കൃത്യമായ ഒരു വിവരം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വിരലടയാളം ശേഖരിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇതിന് മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഒരു കുക്കിനെ, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കുക്കിനെ ചോദ്യം ചെയ്തു എന്നടക്കം വിവരം ലഭിച്ചിരുന്നു. ഇതിൽ പോലീസ് നേരിടുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് മിലിറ്ററി ക്യാമ്പായതുകൊണ്ട് തന്നെ പുറത്തു നടന്നൊരു മോഷണത്തിൽ നടത്തുന്ന അന്വേഷണം പോലെ അത്ര എളുപ്പത്തിൽ ഒരു മിലിറ്ററി ക്യാമ്പിനകത്ത് കയറി പോലീസിന് അന്വേഷണം നടത്തുന്നതിന് അതിന്റേതായ പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് 2 കോടിയിലധികം വിലമതിക്കുന്ന ആനക്കൊമ്പുകളാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടത്. അതിനൊപ്പം തന്നെ നഷ്ടപ്പെട്ട സ്ഥലവും വളരെ പ്രധാനപ്പെട്ടതാണ്. മിലിറ്ററി ക്യാമ്പിൽ നിന്നും ഇങ്ങനെ ഒരു അമൂല്യ വസ്തു നഷ്ടപ്പെടുക എന്ന് പറയുന്നത് സേനയ്ക്ക് തന്നെ വലിയ കളങ്കമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന്